അതിൻ്റെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ്റെ വേറൊരു എക്സാമ്പിളാണ് ബി ഡി എഫ് ഇ സി this one and this one 0,1 ഈ ഒരു കറസ്പോണ്ടിങ് ഡി എഫ് എയുടെ ഇതിനകത്ത് എഫ് വരെയുള്ള സ്റ്റേറ്റ്സുകളാണുള്ളത്. അപ്പോൾ ഈ 6 സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ള രണ്ടാമത്തെ എക്സാമ്പിളാണ് നോക്കുന്നത്. സോ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കണം. അപ്പോൾ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്കുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് 6 സ്റ്റേറ്റുകളാണ്. എ, ബി, സി, ഡി, ഇ, എഫ്. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. ആദ്യത്തെ ഫിഗറിൽ മാർക്ക് ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ എ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്. ദെൻ ഫൈനൽ സ്റ്റേറ്റ് സി, ഡി, ഇ, 3 ഫൈനൽ സ്റ്റേറ്റുകളാണുള്ളത്. ദെൻ 0യും 1ഉം ആണ് നമ്മുടെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന കോളത്തിൽ എക്ക് 0 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ബി എന്ന് പറയുന്നത് 1 കൊടുക്കുമ്പോൾ സി, ബിക്ക് 0 കൊടുക്കുമ്പോൾ എ, 1 കൊടുക്കുമ്പോൾ ഡി, സി ആണെങ്കിൽ ഇ, ദെൻ 1 എഫ്, അടുത്ത ഡിയുടേതാണെങ്കിലും 0 ഇ 1 എഫ്, ഇയുടേതാണെങ്കിലും 0 ഇ 1 എഫ്, എഫ് ആണെങ്കിൽ എഫ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് 3 സംഭവങ്ങൾ ഒരേപോലെ ഇ, എഫ്, സി, ഡി, ഇ. അപ്പോൾ ഇ, എഫ് ആണ് കോമൺ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വരുന്നത് സി, ഡി, ഇ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. സിയും ഡിയും ഇയും കൂടെ ചുരുങ്ങി സി, ഡി, ഇ എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റായിട്ട് വരും. അത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതെങ്ങനെ വരുന്നു എന്നുള്ളത് സ്റ്റെപ്പ് സഹിതമാണ് നമുക്ക് എഴുതേണ്ടുന്നത്. അതിനാണ് മാർക്ക്. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ആ കോളംസ് വരയ്ക്കുക. അപ്പോൾ എ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എ വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എ വരയ്ക്കുന്നില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ചെയ്യണം. കാരണം ഞാൻ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തികയത്തില്ല. സോ ബി, സി, ഡി, ഇ, എഫ്. then താഴെ വീണ്ടും എ, ബി, സി, ഡി, ഇ, എഫ്. വരയ്ക്കുമ്പോൾ മുകളിലത്തത് വരയ്ക്കാൻ മറക്കരുത്. ഞാനത് തികയാത്തത് കൊണ്ടാണ് എ വരയ്ക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബി തൊട്ട് തുടങ്ങുമ്പോൾ ആദ്യം ബി, ദെൻ സി, ദെൻ ഡി, ദെൻ ഇ, അല്ലേ? ഇതിനടുത്തത് എഫ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മളിതിനകത്ത് കറസ്പോണ്ടിങ് ഏതൊക്കെയാണ് സ്റ്റേറ്റുകൾ എന്ന് നോക്കി വരയ്ക്കണം. അപ്പോൾ ആദ്യം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എ, ബി ആണ്. അപ്പോൾ എ, ബി എടുക്കുക. എ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. അതിനകത്ത് ഫൈനലോ നോൺ ഫൈനലോ ആയിട്ടുള്ളതില്ല. സോ അതുകൊണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്യത്തില്ല. ദെൻ സി, ഈ കോളം സി എയിൽ സി എന്ന് പറയുന്നത് ഫൈനലാണ്. സോ അതുകൊണ്ട് അത് മാർക്ക് ചെയ്യാം. ഡിയും എന്താണ്? ഫൈനലാണ്. സോ അതുകൊണ്ട് മാർക്ക് ചെയ്യാം. ഇ എ, അതിൽ ഇ എന്ന് പറയുന്നത് ഫൈനലാണ്. സോ അതുകൊണ്ട് മാർക്ക് ചെയ്യാം. അടുത്തത് എ എഫ്,
എ എഫ് എന്ന് പറയുന്നത് എക്കകത്ത് ഫൈനൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മാർക്ക് ചെയ്യത്തില്ല. ദെൻ നെക്സ്റ്റ് ഈ കോളം ബി സി എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്. സി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് മാർക്ക് ചെയ്യാം. ബി ഡി ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് മാർക്ക് ചെയ്യാം. ബി ഇ അതും ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് മാർക്ക് ചെയ്യാം. അടുത്ത ബി എഫ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് അല്ല, അതുകൊണ്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളത് മാർക്ക് ചെയ്യുന്നില്ല. അടുത്തത് സി, ഈ കോളം എന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത് സിയും ഡിയും എന്താണ്? രണ്ട് ഫൈനൽ സ്റ്റേറ്റ് ആണ്. നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു ഫൈനൽ സ്റ്റേറ്റും ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റും വരണം. സോ അതുകൊണ്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത സി ഇ, അവിടെ അത് തന്നെയാണ്. ദെൻ അടുത്തത് സി എഫിൽ സി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്, എഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. സോ അത് നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്തത് ഇ ഡി എന്ന് പറയുന്നത് രണ്ടും ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഡി എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത് ഇ എഫ് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഒരു കോളം, ദെൻ ഇത് ഇവിടെ 2, ഇവിടെ 1, ഇത്രയും കോളംസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാൻ എന്ത് കിട്ടിയത് സ്റ്റെപ്പ് 1. സോ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 2ലേക്ക് പോവുക. അപ്പോൾ സ്റ്റെപ്പ് 2-നനുസരിച്ച് നമുക്ക് ഏതൊക്കെ മാർക്ക് ചെയ്തിട്ടില്ല അത് നോക്കി വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് എ ബി അല്ലെങ്കിൽ ബി എ, അത് കറസ്പോണ്ടിങ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് എ ബി എന്ന് പറയുന്നത്, സോ എ ബി എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ എ ഡെൽറ്റ ഓഫ് എ കോമ 0 ഡെൽറ്റ ഓഫ് ബി കോമ 0 രണ്ടും കണ്ടുപിടിക്കണം. ദെൻ ഡെൽറ്റ ഓഫ് എ കോമ 1, ദെൻ ഡെൽറ്റ ഓഫ് ബി കോമ 1. എ കോമ 0 എന്ന് പറയുന്നത് ബി ആണ്, ബി കോമ 0 എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് എക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി ആണ്, ബിക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി ആണ്. ഇതിൽ സി ഡി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റുകളാണ്. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ഇല്ല. എ ബി എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്യാൻ പറ്റാത്ത രണ്ട് സ്റ്റേറ്റുകളാണ്. സോ വീണ്ടും എ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ അൺമാർക്ക്ഡ് ആയിട്ട് വിടുന്നു. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എ ബി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടുന്നത് എഫ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്. എഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് എഫ് 0 ഡെൽറ്റ ഓഫ് എ 0. അടുത്തത് ഡെൽറ്റ ഓഫ് എഫ് 1 ഡെൽറ്റ ഓഫ് എ 1. ഓക്കെ, ഡെൽറ്റ ഓഫ് എഫ് 0 എന്ന് പറയുന്നത്, എഫിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് തന്നെയാണ്. ദെൻ എക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ബി കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് എഫിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് തന്നെയാണ്, എക്ക് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് സി ആണ്. അപ്പോൾ എഫ് ബി എഫ് സി അത് മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ എഫ് എ എന്ന് പറയുന്ന സ്റ്റെപ്പ് മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എഫ് ബി. എഫ് ബി എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഓഫ് എഫ് 0 ഡെൽറ്റ ഓഫ് ബി 0, അതുപോലെ ഡെൽറ്റ ഓഫ് എഫ് 1 ഡെൽറ്റ ഓഫ് ബി 1. എഫ് 0ക്ക് എന്താണ് വാല്യൂ? എഫ് ആണ്. ബി 0ക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. ദെൻ എഫ് 1ന് എഫ്, ഇതിന് ഡി. അത് എഫ് എ അല്ലെങ്കിൽ എഫ് ഡി എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യും. സോ എഫ് ബി എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് സി
സി ഡി എന്ന് പറയുന്നതാണ്. സി ഡിയിൽ ഡെൽറ്റ ഓഫ് C0 ഡെൽറ്റ ഓഫ് D0 അത് കണ്ടുപിടിക്കണം. ഡെൽറ്റ ഓഫ് C1 ഡെൽറ്റ ഓഫ് D1. C0 എന്താണ്? E ആണ്. D0 എന്ന് പറയുന്നതും E ആണ്. C1 എന്ന് പറയുന്നത് F ആണ്. D1 എന്ന് പറയുന്നത് F. അതായത് E അല്ലെങ്കിൽ FF എന്ന് പറയുന്ന സ്റ്റേറ്റ്, അങ്ങനെ ഒരു സ്റ്റേറ്റ് രണ്ടും നമുക്കില്ല. അതുകൊണ്ട് CD എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് EC എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഓഫ് E0 ഡെൽറ്റ ഓഫ് C0, അതുപോലെ ഡെൽറ്റ ഓഫ് E1 ഡെൽറ്റ ഓഫ് C1. E0 F ആണ്, C0യും F ആണ്. E1 എന്ന് പറയുന്നത് F ആണ്, സോറി ഇത് E ആണ്, ഇത് രണ്ടും F ആണ്. സോ വീണ്ടും FF എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് നമുക്കില്ലാത്തത് കൊണ്ട് ECയും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് DE ആണ്. ഡിയിൽ ഡെൽറ്റ ഓഫ് D,0 ഡെൽറ്റ ഓഫ് E,0 ഡെൽറ്റ ഓഫ് D,1 ഡെൽറ്റ ഓഫ് E,1. ഓക്കെ, D,0 എന്ന് പറയുന്നത് E ആണ്, E,0 എന്ന് പറയുന്നത് E ആണ്. പിന്നെ ഇത് രണ്ടും F ആണ് അല്ലേ? സോ ഇത് രണ്ടും F ആണ്. വീണ്ടും EFF എന്ന് പറയുന്ന കോമ്പിനേഷൻ വരും. അത് നമുക്ക് ഓൾറെഡി ഇല്ലാത്ത സ്റ്റേറ്റ്, മാർക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് AB അല്ലെങ്കിൽ BA, AB ഓർ BA അതൊരു സ്റ്റേറ്റ്. ദെൻ നമുക്ക് വരുന്നത് DC ഓർ CD. അടുത്തതെന്ന് പറയുന്നത് EC ഓർ CE. അടുത്തതെന്ന് പറയുന്നത് ED ഓർ DE. ഓക്കെ, ED ഓർ DE. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കേസ് നോക്കുകയാണെങ്കിൽ, ഈ 3 കേസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ C, ഇതിനകത്തും C ഉണ്ട്. ഈ C എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് Dയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ D ഉണ്ട്, സിയും ഇയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ E ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാം കൂടി ചേർത്ത് എന്തെന്ന് പറയാം? CDE. അതൊരു കോമൺ ആണ്. സോ ഇത് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. അടുത്തതെന്ന് പറയുന്നത് A എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, സോറി AB എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് നമുക്ക് വരുന്നത്. ഇവിടെ AB അല്ലെങ്കിൽ BA അല്ലേ? അപ്പോൾ AB എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ദെൻ CDE എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദെൻ F എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റിനെ നമുക്ക് 3 സ്റ്റേറ്റായിട്ട് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്നത് AB എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ദെൻ CDE ഇതൊരു സ്റ്റേറ്റ്. ഇതെന്താണ്? ഫൈനൽ സ്റ്റേറ്റുമാണ്. A എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റാണ്. ദെൻ F എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ, ABക്ക് 0 കൊടുക്കുമ്പോൾ ABയിൽ തന്നെ നിൽക്കും. അത് നമ്മുടെ റെപ്പറ്റീഷൻസ് എല്ലാം നോക്കിയിട്ടാണ് പറയുന്നത്. ദെൻ CDE അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നിൽക്കുന്നതായി കാണാം. 1 എന്ന് പറയുന്നത് Fലേക്ക് പോകുന്നുണ്ട്. ദെൻ Fന് 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ സെയിം സ്റ്റേറ്റാണ്. അപ്പോൾ ആ വലിയ DFAയെ നമ്മൾ ചെറുതാക്കി 3 സ്റ്റേറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് വരച്ചു. ഇങ്ങനെയാണ് നമ്മൾ മൈഹിൽ-നെറോയുടെ തിയറം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടേബിൾ ഫില്ലിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് DFA മിനിമൈസ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.